ഓക്കെ, കേരളത്തിൽ നിന്ന് കാശ്മീർ എത്താൻ 3 മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വീക്ക്ലി വൺസ് പോകുന്ന ഹിമാസാഗർ എക്സ്പ്രസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിൽ നിന്ന് ജമ്മു താവിലോട്ട് 2.5 ദിവസത്തിന് യാത്രയ്ക്ക് ശേഷം ജമ്മു താവിലെത്തും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഒരു 2 മാസം മുമ്പേ നിങ്ങൾ ബുക്ക് ചെയ്താൽ ഇതിൽ സീറ്റ് അവൈലബിലിറ്റി കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് കേരളത്തിൽ നിന്ന് 1000 രൂപ സ്ലീപ്പർ ടിക്കറ്റ്, 2500 രൂപയോളം AC ടിക്കറ്റും വരുന്ന മംഗള ലക്ഷദ്വീപ് അതുപോലത്തെ കേരള കൊച്ചുവേളി എക്സ്പ്രസ് പോലത്തെ ട്രെയിനിന് ഡൽഹിയിലോട്ട് നേരെ കയറാം. ഇത് എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രെയിൻസ് ഉണ്ട്. ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു 500 ബിലോ ആണ് സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത്, 1000 ബിലോ ആണ് AC ടിക്കറ്റ് വരുന്നത്. ഇത് ജമ്മു താവിലോട്ടും എത്താം. എല്ലാ ദിവസവും ജമ്മു താവിലോട്ടും ട്രെയിൻ. ഇതൊരു കുറച്ച് ഒരു 1 മന്ത് മുമ്പേ ഇതും ബുക്ക് ചെയ്യണം, അപ്പോൾ നമ്മൾ സീറ്റ് അവൈലബിലിറ്റി കിട്ടുള്ളൂ. പിന്നെ കേരളത്തിൽ നിന്ന് എല്ലാ എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടേക്ക് ശ്രീനഗർ SXR ശ്രീനഗർ എയർപോർട്ടിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് മാർഗ്ഗം നോക്കുക. അതാകുമ്പോൾ 10,000 to 15,000 വരെ ഓരോ ഡേറ്റിലും പല പല റേറ്റ് വരാറുണ്ട്. അങ്ങനെ ചെയ്യുക. പിന്നെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്ന് ജമ്മുവിലോട്ട് എന്ത് ചെയ്യുക, ട്രെയിന്, ആ മാർഗ്ഗമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ട് എത്താനുള്ളത്, ജമ്മുവിൽ നിന്ന് ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്, നിങ്ങൾ ആദ്യം അറിയിക്കണം. അപ്പോൾ നമുക്ക് എത്ര പേരാണ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വേറെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് തരാം. പക്ഷെ അതിലേറെ നിങ്ങൾക്ക് അഫോർഡായിട്ട് വരാൻ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ, ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്ന റേറ്റിലേറെ നിങ്ങൾക്കും കുറഞ്ഞിട്ട് വരാൻ പറ്റുന്ന മാർഗ്ഗം, ജമ്മുവിൽ നിന്ന് ഷെയർ ടാക്സി സ്റ്റേഷൻ ഉണ്ടാവും, ജമ്മു റെയിൽവേ സ്റ്റേഷൻ നേരെ പുറത്ത് തന്നെ. അവിടുന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ശ്രീനഗറിലോട്ട് എല്ലാ സമയത്തും ഷെയർ ടാക്സീസ് പോയിക്കൊണ്ടിരിക്കും. ടൂറിസ്റ്റുകൾ തന്നെയാണ് അതിലുണ്ടാവുക. പെർ ഹെഡ് 800 രൂപ വരുള്ളൂ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ട് ഷെയർ ടാക്സിക്ക്. ഇതാണ് ആദ്യത്തെ മാർഗ്ഗം, ഷെയർ ടാക്സി ത്രൂ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യുക, ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ട് ബസ് ത്രൂ നിങ്ങൾക്ക് വരാം. പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സുണ്ട്, അതാണെങ്കിൽ ഒരു 550 രൂപ വരുള്ളൂ, 550 to 600 പിന്നെ ജമ്മുവിൽ നിന്ന് ബനിഹാലിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ടാക്സി ഒരു 300 to 350 നിങ്ങൾക്ക് ജമ്മുവിൽ നിന്ന് ബനിഹാൽ എന്ന സ്ഥലത്തോട്ട് റെയിൽവേ സ്റ്റേഷനാണ്, അവിടേക്ക് ഒരു 300 to 350 കൊടുത്തിട്ട് ഷെയർ ടാക്സി വരാം. ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലോട്ട് എന്ത് ചെയ്യുക, ട്രെയിനിന് വരാം. അതാ മറ്റേ സ്നോ റൂട്ടാണ്, സ്വിറ്റ്സർലാൻഡ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 10 ഒരു റെയിൽവേ റൂട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലോട്ട് അത് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി. ടോയ് ട്രെയിനാണ്, ഒരു 50 രൂപയ്ക്ക് വരുള്ളൂ പെർ ഹെഡ് ടിക്കറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ശ്രീനഗർ എത്താം. ഈ 3 മാർഗ്ഗങ്ങളാണ് ശ്രീനഗർ, ജമ്മു ടു ശ്രീനഗർ ഉള്ളതും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ജമ്മു എത്താനുള്ളതും ആദ്യം പറഞ്ഞ 3 മാർഗ്ഗങ്ങളാണ്. നമ്മൾ കാശ്മീർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീനഗറിൽ നിന്നാണ്. 5 nights and 5 days ആണ് നമ്മൾ പാക്കേജ് വരുന്നത്. നമുക്ക് ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ഏത് സമയത്ത് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ. പിന്നെ ഡേ 2 നിങ്ങൾക്ക് ലോക്കൽ സൈറ്റ് സീയിങ്, ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ്. ഡേ 3 ഗുൽമർഗ്, ഡേ 4 പഹൽഗാം, ഡേ 5 സോണാമർഗ്. ഡേ 6 നിങ്ങൾക്ക് മോർണിംഗ് ഒരു 12 o'clock മുമ്പായിട്ടാണ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടത്. മോർണിംഗിൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടുന്ന് ഒരു 8 മണിക്കൂർ യാത്ര ജമ്മുവിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈവനിങ് ആകുമ്പോൾ ജമ്മുവിലെത്താം. ഒരു നൈറ്റിലുള്ള ട്രെയിൻ പിന്നെ നാട്ടിലോട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഷൻസ് വരുന്നത് 5 നൈറ്റ് സ്റ്റേ, 4 days ട്രാൻസ്പോർട്ടേഷൻ, സൈറ്റ് സീയിങ് ഒക്കെ, പഹൽഗാം, ഗുൽമർഗ്, സോണാമർഗ്, ശ്രീനഗർ സൈറ്റ് സീയിങ്, ഡാൾ ലേക്കിൽ ഷിക്കാര റൈഡ് ഒരു ആക്ടിവിറ്റി ആയിട്ട്. പിന്നെ ഈ ഡാൾ ലേക്കിൽ ഷിക്കാര റൈഡ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാ പാർക്കിംഗ് ചാർജസ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്, ടോൾ ചാർജസ്, പിന്നെ എല്ലാ ഏരിയാസിലോട്ടുള്ള പെർമിഷൻസൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സ് പാക്കേജിലാണെങ്കിൽ നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 members ആണെങ്കിൽ 7,500 മുതൽ പിന്നെ 4,000 വരെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ ആൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റിൽ ചേഞ്ചസ് വരും. അത് ഞാൻ മേലെ ഈ ഇറ്റിനറിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഫുഡ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ബാച്ചിലേഴ്സ് പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 1,700 വരിക. 5 ബ്രേക്ക്ഫാസ്റ്റും 5 ഡിന്നറും, ഇതിൽ ലഞ്ച് ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ
ഓക്കെ, ഇനി ബാച്ചിലേഴ്സ് പാക്കേജിൽ നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 1700 പെർ ഹെഡ് എക്സ്ട്രാ വരാം. 5 ബ്രേക്ക്ഫാസ്റ്റും 5 ഡിന്നറും നിങ്ങൾ ഹോട്ടലിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ സ്റ്റേ ചെയ്യണം, അക്കോമഡേഷൻ ചെയ്യണം ഹോട്ടലിൽ ഉണ്ടാവുന്ന നൈറ്റ്സിലും അതേപോലത്തെ മോർണിംഗ്സിലുമാണ് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അത് 1700 എക്സ്ട്രാ വരാം. ലഞ്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സൈറ്റ് സീയിങ്ങിലായതുകൊണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ക്ലയൻസിനോട് എന്ത് ചെയ്യുക, വിത്തൗട്ട് ഫുഡ് പാക്കേജ് എടുക്കാനാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും നിങ്ങളെ പ്രിഫറൻസ് തന്നെ. നമ്മളെ ഹോട്ടലിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ സറൗണ്ടിങ്സ് തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശ്രീനഗർ ടൗണിൽ ഡാൾ ലേക്കിന് അടുത്തായിട്ടാണ് നമ്മൾ ഹോട്ടലും വരുന്നത്. അപ്പോൾ അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതായിരിക്കും വിത്തൗട്ട് ഫുഡ് എടുക്കുക. പിന്നെ നിങ്ങൾ ഗുൽമർഗ്, പഹൽഗാം, സോണാമർഗ് പോലത്തെ ലോങ് ഏരിയാസിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും, നല്ല ഹോട്ടൽസിൽ നല്ല റെസ്റ്റോറൻറ്റ്സിൽ എന്ത് ചെയ്യും, നമ്മൾ ഡ്രൈവേഴ്സ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നിന്നും കഴിക്കാം. നമ്മൾ ചാർജ് ചെയ്യുന്നത് 350 പെർ ഡേ എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും. അതൊരു ഹോട്ടലിന് ഒരു റെസ്റ്റോറൻറ്റിന് ഡയറക്റ്റ് നമ്മൾ ഹോട്ടലിലോട്ട് വരികയാണ്. അപ്പോൾ അത് അവരുടെ കാറ്റഗറിയിലായിരിക്കും ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നിങ്ങൾ പ്രിഫറൻസ് തന്നെ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുക. ഈ ഒരു എമൗണ്ട് തന്നെ അവിടെയും വരുള്ളൂ. ഓവർ ചാർജസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. അതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ വരുന്നത്. വലിയ നഷ്ടമാണ്.